ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമുക്കിപ്പോൾ മാസ്ക് നിർബന്ധമായിരിക്കുകയാണ്. മാസ്ക് ഇല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് പലതരത്തിലുള്ള മാസ്കുകൾ കാണാറുണ്ട്. കമ്പനീസിൻ്റെ ലോഗോസ് വെച്ച മാസ്ക്, പിന്നെ സ്വന്തം ഫേസ് തന്നെയുള്ള മാസ്കുകൾ, പലതരത്തിലുള്ള മാസ്ക് ഇപ്പോൾ സുലഭമാണ്. നമുക്കെങ്ങനെയാണ് മാസ്കിൽ പ്രിൻ്റ് ചെയ്യുന്നത്, സ്വന്തം ഫേസ് എങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിലായി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡിസൈനിങ് മുതൽ മാസ്ക് പ്രിൻ്റ് ചെയ്യുന്നവരെ എല്ലാം ഡീറ്റെയിലായി കാണിക്കാൻ പോകുന്നു. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി 2 മാസ്ക് എടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് മാസ്കും ഒരു ബ്ലാക്ക് ബോർഡറുള്ളൊരു വേറൊരു വൈറ്റ് മാസ്കുമാണ്. ഇതിലാണ് നമ്മൾ ഫേസ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഏകദേശം ഒരു ലോഗോ, എൻ്റെ ചാനലിൻ്റെ ലോഗോ വെച്ച് ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഇതിനെ സ്കാനറിലേക്ക് വെച്ച് നമ്മൾ ഇതിനെ സ്കാൻ ചെയ്തെടുക്കുക. ഇതിന് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയാണ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത് സ്കാനറിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്കാൻ ചെയ്തത് ഇതിലെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിനെ കട്ട് ചെയ്ത് ഇതൊരു പേജ് എടുത്ത് ഓക്കെ, ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അളവിലൊന്ന് പെൻ ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നമ്മൾ ഓക്കെ, ഞാനതിലേക്ക് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി ഇതിനെ വലുതാക്കാം. ഈ സൈസിൽ നിന്ന് കുറച്ചുകൂടി വലുതാക്കാം. ഇത് കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടി മാസ്ക് പല തരത്തിലായിരിക്കും. ഇപ്പം കറക്റ്റ് അളവെടുത്തത് കൊണ്ട് കുറച്ചുകൂടി വലുതാക്കണം, അല്ലെങ്കിൽ കറക്റ്റ് സൈഡൊക്കെ വൈറ്റ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് വലുതാക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇതിലേക്ക് ഒരു ഫോട്ടോ, ഓക്കെ, എൻ്റെ തന്നെ ഫോട്ടോ ഇതിലേക്ക് ഇട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മാസ്ക് ആവശ്യമുണ്ടെങ്കിൽ കാസർഗോഡ് ടൗണിലെ ഭാഗത്താണെങ്കിലും കുമ്പഴ ടൗണിലെ ഭാഗത്താണെങ്കിലും മാസ്ക് ഇങ്ങനെ കമ്പനിയിലെ ലോഗോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് ഫോട്ടോ വെച്ചിട്ടോ മാസ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ സാമ്പിളും അതിലൂടെ അയച്ചു തരാം. ഏകദേശം ഇത്രയും അതിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഇതിവിടെയും പെൻ ടൂൾ ഉപയോഗിച്ച് ഇതിനൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഡിറ്റായിട്ട് ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പം കൊടുക്കുമ്പോൾ ഒരു 1.5 കൊടുത്തോ, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം മുറിച്ച് വെച്ച പോലെ ഉണ്ടാവും. ഓക്കെ, ഏകദേശം താടിയുള്ള പുരുഷന്മാരുടെ മാസ്ക് ഉണ്ട് വെക്കുന്നെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റ് ആയിരിക്കും, ബ്ലാക്ക് ആയിരിക്കും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ താടിക്ക് മാച്ച് ആയിട്ട് ഏകദേശം കുറച്ചുകൂടി രസമുണ്ടാകും കാണാൻ. അതിനുശേഷം കുട്ടികളുടെ അല്ലെങ്കിൽ ലേഡീസിൻ്റെ ആണെങ്കിലും നമ്മൾ ഫേസിൻ്റെ കളർ ഏതാണോ ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഫേസിൻ്റെ അതേ കളർ കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. എന്നെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റായിരിക്കും. ഇവിടെ ഇത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് താടി ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇവിടെ
ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി കൊടുത്ത് ജസ്റ്റ് സൈഡ് റിസർവ് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു കട്ട് ചെയ്ത മാർക്ക് കറക്റ്റ് കാണുന്നത് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് മാസ്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറൊരു മാസ്ക് ബ്ലാക്ക് ബോർഡറുള്ള മാസ്ക് അതിലേക്ക് എൻ്റെ കമ്പനീൻ്റെ എൻ്റെ ചാനലിൻ്റെ ലോഗാണ് വെക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ ലോഗോയാണ് ഞാനിതിൽ പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ വലുപ്പത്തിൽ ചെയ്താൽ കുറച്ചുകൂടെ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു സൈഡിൽ മാസ്കിൻ്റെ സൈഡിലായി പ്രിൻ്റ് ചെയ്താലേക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ താഴെ വെച്ചാൽ കുറേ ചെറുതാക്കേണ്ടി വരും. അതുകൊണ്ട് മാസ്കിൽ അത്ര കാണില്ല. അതുകൊണ്ട് സൈഡ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇത് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒരുമിച്ചായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത്ര ഭാഗം മാത്രം മതി. ലോഗോ ആയതുകൊണ്ട് ലോഗോ മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി. ഫേസ് മാസ്ക് പോലില്ല, അത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റായിട്ട് കൊടുക്കും. ഓക്കെ, നമുക്ക് രണ്ട് പ്രിൻ്റ് കൊടുക്കാം. ഏകദേശം പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് A4 പേജ് എടുത്താണ് ഞാനൊരു ക്രോപ്പ് ആക്കിയിട്ട്. ഓക്കെ, ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തും പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മിറർ ടൈപ്പിലായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ലോഗോ ഇത് നമ്മൾ അതിലേക്ക് ഒട്ടിക്കാൻ ചെയ്യുന്നത്, മുഖം തിരിച്ച് ഒട്ടിക്കാൻ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് മിറർ ടൈപ്പിൽ വേണം കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഹൊറിസോണ്ടലാക്കി കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇതും ഹൊറിസോണ്ടൽ ആണ് ബെസ്റ്റ്. അതുകൊണ്ടിപ്പോൾ നമ്മൾ വലത്തെ കവളിലാണ് മറുകുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇടത്തെ കവളിലായിട്ട് മാറും. അതുകൊണ്ട് ഇതും ഹൊറിസോണ്ടലാക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, നമുക്കിത് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. Ctrl+P നീക്കിയിട്ട് ഇവിടെ പ്രിൻ്റ് കൊടുക്കാം. ആദ്യം പ്രിൻ്റർ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് F130 രണ്ട് പ്രിൻ്ററുണ്ട്. ഒന്ന് സബ്ലിമേഷനാണ്, അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസിൽ കൊടുക്കുന്ന സമയത്ത് F4 സെലക്റ്റാക്കി പോർട്രേറ്റാണ് ഉള്ളത്. അപ്പോൾ പോർട്രേറ്റ് എടുത്ത് പ്ലെയിൻ പേപ്പർ ഇത് ഹൈ കൊടുക്കുക, അല്ലെങ്കിൽ അത്ര ക്ലാരിറ്റി വരില്ല പ്രിൻ്റ്. സബ്ലിമേഷൻ ആയതുകൊണ്ട് കളറിൽ ഓക്കെ, ഇത് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന പ്രിൻ്റർ ഇതാണ്, L130 എന്ന പ്രിൻ്ററാണ്. ഇതിൽ സബ്ലിമേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റും. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ പില്ലോയിൽ പ്രിൻ്റ് ചെയ്യുക, പിന്നെ മഗ്ഗിൽ പ്രിൻ്റ് ചെയ്യുക, പിന്നെ മാസ്കിൽ അതുപോലത്തെ പ്രിൻ്റ് ചെയ്യാനും സാധിക്കും. ഇത് വാങ്ങിയ ശേഷം സബ്ലിമേഷൻ ഇങ്ക് ഇത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതൊഴിച്ചാൽ ഇതിൻ്റെ ഗ്യാരണ്ടിയൊക്കെ കഴിഞ്ഞു പോകും. ഇത് നമുക്ക് ഇതിൻ്റെ വാറണ്ടി പെയ്ഡ് ആയിരിക്കും പിന്നെ വരുന്നത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വേറെ വാറണ്ടിക്കും ഒന്നും നമുക്ക് ലഭിക്കില്ല. ഓക്കെ, നമ്മളെ പ്രിൻ്റ് വരുന്നുണ്ട്, പ്രിൻ്റ് കൊടുത്തതിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രിൻ്റ് ചെയ്തത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ആകൃതിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ലോഗോവും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് വേണ്ടി ഇതിൽ ഒട്ടിച്ച് എടുക്കാം. ഓക്കെ, ഒട്ടിച്ചെടുക്കാൻ ഇത് ഈ സ്റ്റിക്കറാണ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇത് എത്ര ചൂട് കൊണ്ടാലും ഉരുകാത്ത സ്റ്റിക്കറാണ്. വേറെ തന്നെ ഒരു സ്റ്റിക്കറാണ്. ഓക്കെ, ആ സ്റ്റിക്കർ എടുത്ത് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഷേപ്പിൽ വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി. ഇവിടെയും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം.
ഈ നമ്മളെ ലോഗോവും ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ഇതിവിടെ വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന മെഷീന്. ഓക്കെ, നമുക്ക് ഈ മെഷീൻ ഓണാക്കാം. ഇവിടെ ഓണാക്കുന്നൊരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഓണാക്കിയിട്ട് ഇതിൽ സെറ്റിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇവിടെ സെറ്റ് കാണുന്നില്ല, അത് ഈ പില്ലോ പിന്നെ ടീഷർട്ട് ഈ മാസ്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് 350 ഈ സെറ്റ് 350 ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ മോഡ് നിൽക്കാം. നെക്സ്റ്റ് ഇത് വരുന്നത് ടെമ്പറേച്ചറാണ്, ഇതും 350 കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് മോഡ് വെക്കാം. ഇത് കാണിക്കുന്നത് എത്ര സെക്കൻഡ് വേണമെന്നാണ്. നമുക്ക് പില്ലോ ഇത് മാസ്ക് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് 30 സെക്കൻഡ് മതി. ഓക്കെ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിനിടയിലാണ് വെക്കുന്നത്. ഇതിലുള്ള ഏകദേശം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 മാസ്കും വെക്കാം. ഓക്കെ, മാസ്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ഹീറ്റായി പോകുന്നുണ്ട്. ഇത് 350 ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ സൗണ്ട് കേൾക്കും. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പ്രിൻ്റ് റെഡി ആകുന്നുണ്ടെങ്കിൽ 17-16 സെക്കൻഡ് ബാക്കിയുള്ളൂ. ഇത് മെയിനായിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടാണ് ആ പേപ്പറിലുള്ള പ്രിൻ്റ് ഈ മാസ്കിലേക്ക് വരുന്നത്. ചൂടായിട്ടാണ് ഈ മാസ്കിൽ പ്രിൻ്റ് റെഡിയാകുന്നത്. ഓക്കെ, നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് ഇതെടുക്കാം. ഭയങ്കര ചൂടാണിത്. ഓക്കെ, ഡിസൈൻ ബ്ലോഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫേസിൻ്റെ വന്നിട്ടുണ്ട്. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സബ്ലിമേഷൻ മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല, അതിൽ ഇങ്ക് കെമിക്കലാണെന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ശരീരത്തിന് ഹാനികരമല്ല. അത് നമ്മൾ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇത് വാഷബിളാണ്. എത്ര കഴുകിയാലും ഇതിന് ഒരു കുഴപ്പം വരില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിൽ എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.